രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം ചർച്ച ചെയ്യുന്ന പേരാണ്. വാർത്താ ചാനലുകൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാർത്തകൾ, ചർച്ചകൾ ഒക്കെ പൊടിപൊടിക്കുകയാണ്. കോൺഗ്രസ് എടുത്തത് വളരെ പക്വതയാർന്ന തീരുമാനമെന്ന് പറയേണ്ടി വരും. ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിക്കുന്നു, അതിനുശേഷം സസ്പെൻഷൻ കൊടുക്കുന്നു, പിന്നെ നിയമസഭയിൽ ഒരു സ്വതന്ത്ര MLA പോലെ വരേണ്ട സാഹചര്യം ഒരുക്കുന്നു. ഇത്രയും കോൺഗ്രസ് ചെയ്തു. മറുവശത്ത് നിൽക്കുന്ന ഇപ്പോൾ കടകംപള്ളി ആകട്ടെ, മുകേഷ് ആകട്ടെ, ശ്രീരാമകൃഷ്ണൻ ആകട്ടെ, AK ശശീന്ദ്രൻ ആകട്ടെ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുകളുണ്ട്. ഇവരെല്ലാം ഇത്തരത്തിൽ പല ആരോപണങ്ങൾ നിൽക്കുന്നവരാണ്. അവർക്കൊന്നും എതിരെ ഒരു ചെറുവിരൽ പോലും പാർട്ടി അനക്കിയിട്ടില്ല. MV ഗോവിന്ദൻ തന്നെ പറഞ്ഞത്, മുകേഷ് ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചാൽ MLA സ്ഥാനം നഷ്ടമായാൽ ധാർമ്മികത എവിടെ പോകുമെന്ന് ചോദിച്ചാൽ അതേ ഗോവിന്ദൻ മാഷ് ഇവിടെ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറയുന്നു. എന്തൊരു വൈരുദ്ധ്യമാണത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ ഉപതെരഞ്ഞെടുപ്പുകൾ, ലോക്സഭയിൽ നിൽക്കുന്നവർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു, നിയമസഭയിൽ നിൽക്കുന്നത് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു. ഇതെല്ലാം ജനങ്ങളുടെ നികുതി പണമാണ് എടുക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ PV അൻവർ ഒരു വശത്ത് ഇപ്പോൾ നിലമ്പൂരിൽ രാജിവെക്കുന്നു. അത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജിവെക്കുന്നു. അവിടെ ഇലക്ഷൻ നടക്കുന്നു. പാലക്കാട് ഇലക്ഷൻ നടക്കുന്നു. അവിടെ ഷാഫി പറമ്പിലായിരുന്നു, അയാൾ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതെന്ന് അവിടെ ഇലക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ നികുതി പണമാണ് ഇതിന് കോടികൾ ചിലവാക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പെണ്ണ് കേസിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഇവിടെയും ഒരു ഇലക്ഷൻ വന്നാൽ ഈ ധനപ്രതിസന്ധിയിൽ നിൽക്കുന്ന കേരളത്തിന്, സർക്കാരിന് ഇതൊരു അധിക ബാധ്യത തന്നെയാണ്. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നു. സ്വാഭാവികമായും ഇതെല്ലാം തന്നെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ചോദ്യങ്ങളാണ്. എങ്ങനെ കാണാം ഇതിനെ? കേരളത്തിൽ കഴിഞ്ഞ 10 ദിവസമായിട്ട് മറ്റൊരു വിഷയവുമില്ല. കേരളം സുഭിക്ഷമാണ്, സമ്പന്നമാണ്. ഇപ്പോൾ താങ്കളുടെ ചോദ്യത്തിൽ തന്നെ മറ്റൊരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ എല്ലാ വിഷയങ്ങളും, ഭരണപക്ഷത്തുള്ള എല്ലാ വീഴ്ചകളും അതെല്ലാം മായ്ക്കപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ചർച്ചയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതോ പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിഷയം. ആ വിഷയത്തെ ഏറ്റവും അധികം ഊതിപ്പെരുപ്പിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അത് കോൺഗ്രസ്സിലെ പടലപ്പിണക്കമാണ് അതിൻ്റെ കാര്യം, അതിൻ്റെ പിന്നിലുള്ളതെന്ന് പറയപ്പെടുന്നു. അതെന്തുമായിക്കൊണ്ടായി. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്ത നടപടി മാതൃകാപരമാണ് എന്ന് എനിക്കൊട്ടും വിശ്വാസമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. VD സതീശൻ്റെ വളരെ അടുത്ത അനുയായിയായിരുന്നു രാഹുൽ. ആ രാഹുൽ, ഷാഫി, ഈ ഗ്രൂപ്പ് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുണ്ടോ, അതിലേക്ക് മാറുമോ എന്നുള്ളൊരു സംശയം വന്നപ്പോൾ VD സതീശന് അങ്കലാപ്പ് തുടങ്ങി. ആ അങ്കലാപ്പുള്ളിൽ സൂക്ഷിക്കുമ്പോഴാണ് ഈ വിഷയമുണ്ടാകുന്നത്. പെട്ടെന്ന് ഓസ്ട്രേലിയയിലായിരുന്ന രമേശ് ചെന്നിത്തല അവിടെ ഇരുന്നിട്ട് ഒരു പ്രസ്താവന കൊടുത്തു, എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം, നടപടിയെടുക്കണം. അവിടെ രമേശ് ചെന്നിത്തല ഒരു അപ്പർ ഹാൻഡ് എടുക്കുന്നുവെന്ന് തോന്നിയപ്പോൾ VD സതീശൻ നേരെ തിരിഞ്ഞു, ശക്തമായി പ്രതികരിക്കുന്നു. ഇതിൻ്റെ പൊളിറ്റിക്സൊക്കെ സാധാരണക്കാർക്കറിയാം. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു FIR ഉണ്ടോ? ഇല്ല. ഈ കോൺഗ്രസിൽ തന്നെയുള്ള എൽദോസ് കുന്നപ്പള്ളി, വിൻസെൻ്റ്, ഇവർക്കെതിരെ FIR ഉണ്ടായിരുന്നു. വിൻസെൻ്റ് എന്ന് പറയുന്ന കോവള MLA ജയിലിൽ കിടന്ന ആളാണ്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിലെ സ്ത്രീ MLAമാരും മറ്റ് സ്ത്രീ നേതാക്കളും ബിന്ദു കൃഷ്ണ ഉൾപ്പെടെ ഉള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് മാറി നിൽക്കണം, രാഷ്ട്രീയ വനവാസത്തിന് പോകണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ എൽദോസ് കുന്നപ്പള്ളിയെ കാണാൻ കണ്ണില്ലേ? വിൻസെൻറ്റിനെ കാണാൻ കണ്ണില്ലേ? ഞാൻ ഈ CPMലെ പീഡകരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അവർ രാജിവെക്കണം, അല്ലെങ്കിൽ അവർ സ്ഥാനത്ത് മിനിറ്റ് തികയില്ല, അതാണ്. അതെ, സ്ഥാനത്ത് നിന്ന് മാറണമെന്നൊക്കെ പറഞ്ഞാൽ അത് അവരുടെ തീരുമാനമാണ്. ഇവിടെ ഈ പയ്യൻ, വിവാഹം കഴിക്കാത്ത 36 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ, അയാൾ രാഷ്ട്രീയ രംഗത്ത് എന്തെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടോ? അയാൾ എന്തെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സർക്കാർ ഭൂമി കൈയേറിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങളുടെ കയ്യിൽ നിന്ന് പോക്കറ്റ് അടിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അയാൾക്ക് അയാളുടെ എന്താണ് പറയുക, ബുദ്ധിയിലോ അല്ലെങ്കിൽ കഴിവിലോ ആകൃഷ്ടരായ പെൺകുട്ടികൾ അയാളിലേക്ക് പടർന്നു കയറുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചെറുപ്പക്കാരെന്നുള്ള നിലയ്ക്ക് ആ ചെറുപ്പക്കാരന് ചിലപ്പോൾ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകേണ്ടി വന്നിരിക്കാം. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. പ്രായപൂർത്തിയായ ഒരാണിനും പെണ്ണിനും അവരുടെ സ്വതന്ത്ര ഇഷ്ടപ്രകാരം, ഉഭയകക്ഷി സമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിലേർപ്പെടാം. അതൊരു തെറ്റല്ല. അതിന് നിയമം അനുശാസിക്കുന്നു, അനുവദിക്കുന്നു. സുപ്രീം കോടതിയുടെ തീരുമാനമാണ്.
അങ്ങനെ നോക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ? എവിടെ നിന്നോ ഒരു വോയിസ് ക്ലിപ്പ് വരുന്നു. ആ വോയിസ് ക്ലിപ്പിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് അറിയില്ല. പിന്നെ ചിലർ മാറി നിന്ന് പറയുന്നു. ഇപ്പോൾ ഹണി ഭാസ്കർ എന്ന് പറയുന്ന CPM-ൻ്റെ സന്തത സഹചാരിയായ ഒരു എഴുത്തുകാരി എന്ന് പറയുന്നത്, ഞാനവിടെ എഴുത്തും ഒന്നും വായിച്ചിട്ടില്ല, എനിക്കറിയില്ല. അവർ പറയുന്നത് എന്താ? എന്നോട് ചില കോൺഗ്രസ് നേതാക്കൾ വരെ പറഞ്ഞു, വനിതാ നേതാക്കൾ വരെ പറഞ്ഞു, അവർക്ക് അനുഭവമൊന്നുമില്ല, അവരോട് മാന്യമായിട്ട് പെരുമാറിയിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പേര് പറയാതെ പുറത്ത് വന്ന, അതായത് രാഹുലിൻ്റെ പേര് പറയാതെ ചില അടയാളങ്ങൾ, ചില സൂചകങ്ങൾ വെച്ചിട്ട് വന്ന ഒരു നടിയുണ്ടല്ലോ, റെന്നി ആൻഡ് ജോർജ്. അവർ ഇരയൊന്നുമല്ല, അവർ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി തന്നെയാണ് അവർ വന്നത്. അവർ ആളുടെ പേര് പറഞ്ഞില്ല. അവർ സുഹൃത്താണെന്ന് പറഞ്ഞു, പിന്നീട് അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോഴും എൻ്റെ സുഹൃത്താണ്, പേര് പറഞ്ഞില്ല. ആ സുഹൃത്ത് നവീകരിക്കപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. കാരണം കൂടെ നിൽക്കുന്നവനെ കുത്തി പരിക്കേൽപ്പിച്ചിട്ട് പറയാണ് അവൻ നന്നാവാൻ വേണ്ടി ഞാൻ ചെയ്തതാണെന്ന് പറയുന്ന പോലെയാണ്. കുത്തിക്കൊന്നിട്ട് ഇവിടെ VD സതീശൻ പിതൃതുല്യനാണ് ആ നടിക്ക്. കാരണം കേക്ക് വായി വെച്ച് കൊടുക്കുന്നു, കേക്ക് മുറിക്കുന്നു, ബർത്ത്ഡേ പാർട്ടി നടത്തുന്നു. അവർ VD സതീശനോട് ഇത് പറഞ്ഞു എന്നാണ് പറയുന്നത്. എനിക്ക് അശ്ലീല മെസ്സേജ് അയച്ചു. VD സതീശൻ വാൺ ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു ഇനി അങ്ങനെ ആവർത്തിക്കരുത്. എന്നാൽ ഇന്നലെ ഇയാൾ പറഞ്ഞിരിക്കുന്നു, VD സതീശൻ പറഞ്ഞിരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടം പിന്നെ അത് ആവർത്തിച്ചില്ല. അപ്പോൾ 3.5 വർഷം മുമ്പ് കൊടുത്ത ഒരേ ഒരു അശ്ലീല ചാറ്റ് വെച്ചിട്ടാണ് ആ നടി ഇപ്പോൾ രംഗത്തേക്ക് വന്നത്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം? ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? അപ്പോൾ ഒരു തിരക്കഥ മുൻകൂട്ടി പ്ലാൻ ചെയ്തു. ഇന്ന ദിവസം ഞാൻ ഈ വെടി പൊട്ടിക്കും, പേര് പറയില്ല. 2 ദിവസത്തിനകം നീ വന്ന് വെടി പൊട്ടിക്കണം, പേര് പറഞ്ഞ്, അതായത് ട്രാൻസ്ജെൻഡറോട് പറയുന്നു. 3-ാം ദിവസം അല്ലെങ്കിൽ 4-ാം ദിവസം വാട്സപ്പ് ചാറ്റുകൾ പുറത്തേക്ക്. 5-ാം ദിവസം വോയിസ് മെസ്സേജ് പുറത്തേക്ക്. അതായത് ഗർഭിണിയാണെന്ന് പറയുന്ന പെൺകുട്ടിയുടെ ശബ്ദം മാറ്റിക്കൊണ്ട്, AI സഹായത്തോടെ ശബ്ദം മാറ്റിക്കൊണ്ട് രാഹുലിൻ്റെ ശബ്ദം അതേപടി നിലനിർത്തിക്കൊണ്ടൊരു വോയിസ് ക്ലിപ്പ്. ഇത് എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് മാത്രം കണ്ടെത്തിയാൽ മതി. ഈ തിരക്കഥ എഴുതിയത്, ഇത് സംവിധാനം ചെയ്തത് ആരാണോ? കോൺഗ്രസ്സുകാരാണോ അതോ CPM ആണോ BJP ആണോ എന്ന് മാത്രമേ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. ഈ ഗർഭിണിയായെന്ന് പറയുന്ന പെൺകുട്ടി സത്യമാണോ മിഥ്യയാണോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെ ഒരു ഗർഭമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഈ പെൺകുട്ടിക്ക് സ്വാഭാവികമായും ഇങ്ങനെ രാഹുലിൽ നിന്ന് ഗർഭിണിയായി, അത് വിവാഹം കഴിക്കാമെന്ന് മോഹിപ്പിച്ച് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയുന്ന നിമിഷം ആ പെൺകുട്ടി ഒരു ഡിവോഴ്സിയാണ്. ആ പെൺകുട്ടിക്ക് ഗർഭമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാം. കാരണം ഒരു മീഡിയ പേഴ്സണാണ്, വിവരമുണ്ട്, സാമൂഹ്യ ബോധവും അല്ലെങ്കിൽ ശാരീരിക അവബോധമുള്ള ആളാണ്. അവർക്ക് പത്തനംതിട്ട വരെ പോയി രാഹുലിൻ്റെ അമ്മയെ കാണാമായിരുന്നു. നിങ്ങളുടെ മകൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. ഉടനെ പോയി അബോർട്ട് ചെയ്യല്ല. രാഹുൽ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ആ വോയിസ് ചാറ്റിൽ, ആ വോയിസ് മെസ്സേജിൽ ഒരു ഭീഷണിയുടെയും സ്വരം കണ്ടില്ല. ഇവിടുന്ന് ഈ പെൺകുട്ടി ചോദിക്കുകയാണ്, നീ എന്നെ കൊല്ലുമോ? നീ എന്നെ കൊല്ലാനുള്ള ലക്ഷ്യമാണോ? അപ്പോൾ ഇയാൾ പറയുന്നു, കൊല്ലാനാണെങ്കിൽ 1 മിനിറ്റ് പോരെ, നിമിഷങ്ങൾ പോരെ, അങ്ങനെയല്ലല്ലോ നമ്മൾ പ്ലാൻ ചെയ്തത്. അത് രാഹുലിൻ്റെ തലയിലിടുന്നു, അയാൾ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ഇത്രയധികം വ്യാപകമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊരു വാക്കുരിയാടാൻ പറ്റില്ല, ഒരു സ്ത്രീയോടും സംസാരിക്കാൻ പറ്റില്ല. ഉടനെ അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കണ്ടുപിടിക്കും. ഈ കാലഘട്ടം ദുരിതകാലമാണ്, ദുരിത കാലഘട്ടം, കെട്ടകാലം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കല്ല് താഴെയിട്ട് മോഹം കുനിച്ച് പോകേണ്ടി വരും. ശരിയല്ലേ? അതാണ് ഈ സമൂഹത്തിൻ്റെ ഒളിഞ്ഞു നോട്ടക്കാരുടെ വിക്രികളാണ് ഇപ്പം കാണുന്ന മുഴുവൻ. അവർ രഹസ്യമായിട്ട് പീപ്പ് ഹോളിലൂടെ നോക്കും, പെണ്ണിൻ്റെ സൗന്ദര്യം, നഗ്നത ആസ്വദിക്കും. പുറത്ത് അവളുടെ ഡ്രസ്സ് അല്പം മാറിക്കിടന്നാൽ മറവുകളിലൂടെ നോക്കും, ഇല്ലെങ്കിൽ മാന്യനായിട്ട് നെഞ്ചുയർത്തി നടക്കും. ഇത് മലയാളിയുടെ കപടമുഖമാണ്. ആ മലയാളിയുടെ കപടമുഖം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളോട് തണിഞ്ഞിരിക്കുന്നു. അതാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്.